ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഒരുപാട് മാസങ്ങളായില്ലേ ഞാനിങ്ങനെ ഒരു വ്ളോഗ് ചെയ്തിട്ട്, അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങൾ കേട്ടോ. അതിൽ ഡയറ്റ് റെസിപ്പീസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം കുറേ മാസങ്ങളായിട്ട് ഇപ്പോൾ ഞങ്ങൾ നാട്ടിൽ വന്ന ശേഷം ഭക്ഷണം തന്നെയാണ് അവിടെ നിന്ന് ഇവിടെ നിന്നും ബേക്കറി ഐറ്റംസൊക്കെ. യു എയിലാകുമ്പോൾ അതൊന്നും കഴിക്കില്ല. അങ്ങനെ ആയിട്ട് ഇപ്പം വെയിറ്റൊക്കെ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, എനിക്ക് തന്നെ എന്തൊക്കെയോ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ള പോലെ വരുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പം വരുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നല്ലേ. അപ്പോൾ ഡയറ്റ് പ്ലാനിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അതായത് ഇപ്പം ഒരു ഫാബ് ഫിറ്റ് ആപ്പ് ത്രൂ ആണ് എൻ്റെ ഡയറ്റൊക്കെ ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അടിപൊളിയാണ്. കാരണം എന്താ പറയുക, അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഒരു റൂട്ടീനൊക്കെ വന്നു തുടങ്ങി. അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിക്കുക അങ്ങനെയൊക്കെയാണ്. അപ്പോൾ രാവിലെ എനിക്കൊരു മോർണിംഗ് ഡ്രിങ്ക് ഒക്കെ അവർ തന്നിട്ടുണ്ട്. എൻ്റെ ഇതിനനുസരിച്ചിട്ട് എനിക്കൊരു ഡയറ്റ് പ്ലാൻ അവർ തന്നിട്ടുണ്ട്. ഡയറ്റീഷ്യനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ലേഡീസ് ഓൺലി ക്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ ലേഡി ട്രെയിനർ ഉണ്ട്, ഒക്കെ ഉണ്ട്. ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ആദ്യം എൻ്റെ രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇക്കാക്ക് വെള്ളം കൊടുക്കുകയാണ്. അത് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇക്ക വെള്ളം ചോദിച്ചപ്പോൾ കൊടുത്തതാണ്, അല്ലെങ്കിൽ പിന്നെ ഇക്കനെ എടുത്ത് കുടിക്കല കേട്ടോ. അപ്പോൾ എൻ്റെ മോർണിംഗ് ഡ്രിങ്ക് ഗ്രീൻ ടീ ആണ്. അപ്പോൾ എനിക്ക് പൊതുവേ ഗ്രീൻ ടീ ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ ഞങ്ങൾ യു എന്ന് വരുമ്പം ഗ്രീൻ ടീ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഈ ഒരു വെയിറ്റ് ലോസ് ഈ ഒരു ഇതിൽ ചേർന്നതിന് ശേഷം രാവിലെ ഗ്രീൻ ടീ ആയതുകൊണ്ട് ഗ്രീൻ ടീ ഇപ്പം ഉപയോഗപ്പെട്ട് തുടങ്ങുന്നുണ്ട്. ഗ്രീൻ ടീയിൽ എളുപ്പം. അപ്പോൾ അതുകൊണ്ട് തിളപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. തിളപ്പിച്ച് എടുക്കരുത്, ചൂടുവെള്ളത്തിൽ ജസ്റ്റ് മിക്സ് ചെയ്തെടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എളുപ്പമാണ്. പിന്നെ ഇതാ മക്കളൊക്കെ കിടന്നുറങ്ങാണ്, വീക്കെൻഡ് അല്ലേ. പിന്നെ കൂടുതലും നമ്മൾ ഈ വെയിറ്റ് ലോസ് ജേർണിയിലുള്ളവർക്കുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഭക്ഷണം മറ്റുള്ളവർക്കൊരു ഭക്ഷണം അങ്ങനെയൊക്കെ ഉണ്ടാക്കേണ്ടി വരിക. അപ്പം എനിക്ക് തന്ന ഡയറ്റ് പ്ലാൻ വെച്ചിട്ട് ഞാൻ എൻ്റേതായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഡയറ്റ് പ്ലാനിൽ 3-4 ഓപ്ഷൻസൊക്കെ ഉണ്ട്. അതിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു ഓപ്ഷൻ എടുക്കും. എപ്പോഴും തന്നെ അല്ല കേട്ടോ. അപ്പോൾ ഇന്ന് ചെറുപയർ കറി ഉണ്ടാക്കും. അത് എനിക്കും കോമൺ ആയിട്ടും കൂടി ബാക്കിയുള്ളവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനും കൂടിയുള്ള ഒരു ചെറുപയർ കറി. അത് ജസ്റ്റ് ചെറുപയർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം. അത് കുറച്ച് വെള്ളവും ഒരു മുളകും കൂടി ചേർത്തിട്ട്, ഉപ്പ് ചേർത്തിട്ടില്ല, ഒന്ന് വേവിച്ചെടുക്കുക. ജസ്റ്റ് മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഉപ്പും കൂടി ചേർക്കും വേവിച്ച ശേഷം കേട്ടോ. അപ്പോൾ നല്ല എളുപ്പമല്ലേ. പിന്നെ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് കോമൺ ആയിട്ട്. എനിക്ക് ഓട്സിൻ്റെ ദോശ കേട്ടോ. ഓട്സ് പൊടിച്ചെടുക്കുന്നൊന്നുമില്ല. ഓട്സ് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അതേ കപ്പിൽ 1 കപ്പ് വെള്ളവും വേണം നമുക്ക്. അപ്പം ഞാൻ ബ്ലെൻഡറിൽ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് തൈര്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ 1/4 ടീസ്പൂൺ മതി ചെറിയ ജീരകം, പിന്നെ കുറച്ച് ക്യാരറ്റ്, അത് ചെറിയൊരു കഷ്ണം. ഇത് നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതിലോട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുന്നത്. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, പേസ്റ്റ് ആവില്ല. എന്നിട്ട് പിന്നെ ബാക്കി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അതായത് നമ്മൾ 1 കപ്പ് ഓട്സിലോട്ട് 1 കപ്പ് വെള്ളം വേണം. ചിലപ്പോൾ ഒരു 3/4 കപ്പ് മതിയാവും കേട്ടോ. നോക്കിയിട്ട് ചെയ്യണം കേട്ടോ, കുറേ ഒഴിക്കരുത്. കുറച്ച് തിക്കായിട്ട് വേണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ ഓട്സ് ക്യാരറ്റ് ദോശയുടെ റെസിപ്പി കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒരു 6 ദോശയൊക്കെ ഉണ്ടാക്കാനുണ്ടാവും. എനിക്ക് 2 മതി. ബാക്കി ഞാൻ വൈകുന്നേരത്തേക്ക് എടുക്കും, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഉച്ചത്തേക്ക് എടുക്കും, അങ്ങനെയൊക്കെ കേട്ടോ. സംഭവം നല്ല ടേസ്റ്റാണ്. ആ തൈരിൻ്റെ ഒരു പുളിയും ജീരകത്തിൻ്റെ ഒരു ടേസ്റ്റും എല്ലാം കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല എളുപ്പമാണ്. പിന്നെ ഓയിൽ ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്ത് ചെറിയ പാനിൽ ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സൈസ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അങ്ങനെ ചെറുതായിട്ടൊന്ന് എണ്ണ ഒന്ന് തേച്ചാൽ മതി, ഒരുപാടൊന്നും വേണ്ട. വെളിച്ചെണ്ണയാണ് സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്. 2 വശം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. പെട്ടെന്ന് ആവും ചെയ്യും, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും കേട്ടത്. ബ്രേക്ക്ഫാസ്റ്റാ? എന്താ വേണ്ടേ? പുട്ട് വേണോ ദോശ വേണോ? പുട്ട് വേണോ ദോശ വേണോ? പുട്ടുപഴം മതിയാ? ഓക്കെ. ഓണോ? പൂ ഉണ്ടാക്കിയാ? പുട്ടിൽ ഓണം പൂ ഉണ്ടാക്കിയാ? പുട്ടേറ്റാ? പപ്പേ ഓണോ? അതെപ്പോ? ഓണോ? ആഹാ. അതെപ്പോഴാണ്? എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാം. നീ എന്താ രാവിലത്തെ നീറ്റ്? ഓക്കെ. നീ രാവിലത്തെ നീറ്റിങ്ങനെ ഉറങ്ങിക്കൂടെയായിരുന്നോ? ബൈ. അപ്പോൾ എൻ്റെ അകത്ത് ബ്രേക്ക്ഫാസ്റ്റ് 2 ക്യാരറ്റ് ഓട്സ് ദോശയും പിന്നെ ഒരു ബുൾസൈ ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് ബുൾസൈ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മുട്ട, നമുക്ക് ഈ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് മുട്ട ഭയങ്കര നല്ലതാണ്. കാരണം അത്യാവശ്യം ടൈം എടുക്കും അതൊന്ന് ദഹിക്കാൻ വേണ്ടിയിട്ട് മുട്ട കഴിക്കുന്നത് കേട്ടോ. 2 മുട്ട വരെ കഴിക്കാമെന്നാണ്. പിന്നെ ബാക്കിയുള്ള മുട്ടയുടെ വെള്ള.
അപ്പം ഞാൻ ബുൾസൈ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെറുപയർ കറി, ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മതി കേട്ടോ, ഒരുപാട് ചേർക്കണ്ട. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എല്ലാം കൂടി കമ്പൈൻ ചെയ്യുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഈ പണ്ടൊക്കെ സ്കൂളിലുള്ള ചെറുപയറില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റാണ്. വേറെ ഒന്നുമില്ല, മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ പച്ചക്കറികൾ ഞാൻ ക്യൂക്കുംബറും ക്യാരറ്റും. രാവിലെ തന്നെ നമുക്ക് പച്ചക്കറി ഒരുപാടൊന്നും എനിക്ക് പോവില്ല. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാനത് നാക്കി എടുത്തിട്ടുണ്ട്. എൻ്റെ ഡയറ്റ് പ്ലാൻ എനിക്ക് തന്നത് ഞാൻ കാണിച്ചല്ലോ. അതിൽ ഇഷ്ടമുള്ള ഓപ്ഷൻസ് ചൂസ് ചെയ്യുക. ഞാൻ ഇതാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളവർക്ക് പുട്ട്, പഴം, ചെറുപയർ കറി. അപ്പം എല്ലാവർക്കും ആയല്ലോ. പിന്നെ ഈ ഓട്സ് ദോശ ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒന്ന് രാവിലെ റെഡിയാക്കി വെച്ചാൽ ഉച്ചത്തേക്കും വൈകുന്നേരത്തേക്കൊക്കെ ആ മാവ് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതുപോലെ ഫാറ്റ് ഫിറ്റിനെ പറ്റി ഞാൻ കൂടുതൽ പറഞ്ഞിട്ടില്ല, പറഞ്ഞുതരാം. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജിമ്മിന് പോകാൻ ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നു. പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല. നടക്കുമെന്നും അറിയില്ല, കാരണം സമയമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നവർക്കൊക്കെ പറ്റിയ നല്ലൊരു ആപ്പാണ് ഫാറ്റ് ഫിറ്റ് ആപ്പ്. അതായത് ജിമ്മിൽ എന്താണോ നമ്മൾ ചെയ്യുന്നത് അതൊക്കെ നമുക്ക് വീട്ടിൽ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരുന്നത്. ഇനി ജിമ്മിന് പോകാൻ പറ്റുന്നവർക്ക് ഇവരുടെ കോഴിക്കോട് ഭാഗത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ ജിമ്മിൽ ജോയിൻ ചെയ്യാം. 5ഓളം ജിമ്മുണ്ട് കേട്ടോ കോഴിക്കോട് ഭാഗത്ത്. അതിനെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് ഫാറ്റ് ഫിറ്റ് ആപ്പിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് ഹോം വർക്കൗട്ട്സും ജിം വർക്കൗട്ട്സും ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാണ്ട് ലേഡീസിന് മാത്രമായിട്ടുള്ള ക്ലാസ് ഉണ്ട്, ലേഡീസിന് മാത്രമായിട്ടുള്ള ട്രെയിനേഴ്സും അവൈലബിൾ ആണ്. അതുപോലെ പേഴ്സണൽ ട്രെയിനിങ്ങും ഉണ്ട്, റെക്കോർഡഡ് ട്രെയിനിങ്ങും ഉണ്ട്. അങ്ങനെ നമുക്ക് എന്താണോ ആവശ്യം അതുപോലൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഉച്ചത്തേക്ക് എല്ലാം കൂടി എനിക്ക് റെഡിയായി കിട്ടിയില്ല. വീഡിയോ എടുക്കലും എല്ലാം കൂടി നടക്കില്ലല്ലോ. അപ്പോൾ ഇന്ന് ഉച്ചത്തേക്ക് ചെമ്മീൻ കറിയും പുട്ടുമായിരുന്നു കേട്ടോ. ചോറും ബാക്കിയുള്ളവർക്ക് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് വേറെ ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അതായത് എൻ്റെ ഉമ്മാൻ്റെ കസിൻ സിസ്റ്ററുടെ മക്കൾ ചേർന്നിട്ട് ഒരു കഫേ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ തിരൂർ ഭാഗത്തുള്ളവർക്ക് ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. തിരൂർ ഉണ്ണിയാൽ ബീച്ചില്ലേ, അവിടെയാണ് ഈ ഒരു കഫേ തുടങ്ങിയത്. അതായത് അതിൻ്റെ ഇനോഗ്രേഷൻ അന്നാണ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത്. സോഫ്റ്റ് ലോഞ്ചിൻ്റെ അന്നാണ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ലൈവ് വോയിസാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ തിരൂർ ഉണ്ണിയാൽ ബീച്ചിൽ വരുന്നവർ ഈ ഒരു കഫേയിൽ എന്തായാലും ഒന്ന് വന്നു നോക്കാം കേട്ടോ. തിയറി ബൈ 3 എന്നാണ് ഇതിൻ്റെ പേര്. നീയാണോ വെൽക്കം ചെയ്യാൻ നിൽക്കുന്നത്? റൂയി ഉണ്ടല്ലോ, റൂയി ആദ്യം കയറിക്കണേ. അസ്സലാമു അലൈക്കും. പറക്കാം. എന്തിനാ എന്തിനാ അപ്പൊ എല്ലാരും മണിട്ട് എല്ലാവർക്കും വരില്ലേ? അത് അങ്ങനെ എവിടുന്നിട്ടി? വയസ്സായി ഒരു ട്രെൻഡാണ്. കുട്ടിയുടെ മഗ്ഗസിനുണ്ട്. മനസ്സിലായില്ല. പിന്നെ നമുക്ക് ബ്ലാക്ക് അതാണ്. പെൺകുട്ടി നോക്കാം. കൈയൊക്കെ തന്നു കൈയുടെ കൂടെ.
ഇവിടുത്തെ ഫുഡ് സ്പെഷ്യൽ ഫുഡാണ്, അതായത് ലോഡഡ് ഫ്രൈസ്, ബർഗർ, അങ്ങനെ സാധനങ്ങളൊക്കെ ആട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇന്ന് സോഫ്റ്റ് ലോഞ്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഫുഡ് പരിചയപ്പെടുത്താനായിട്ടില്ല, വേറെ ദിവസം പരിചയപ്പെടുത്തുന്നുണ്ട്. ഞങ്ങൾ അത് കഴിഞ്ഞപ്പം ഞങ്ങളുടെ അവിടെ ബീച്ചിൽ എല്ലാവരും കൂടി വന്നിരുന്ന് ഞങ്ങളെല്ലാവരും കൂടി കൂടുമ്പോൾ നമ്മൾ പരിസരമൊക്കെ മറന്നു പോകും. ജസ്റ്റ് ഒരു റണ്ണിങ് റൈസൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളം കണ്ടോ? വെള്ളം കണ്ടോ? പിന്നെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോന്ന്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി അടുത്ത് നമ്മൾ ബാക്ക് ടു നമ്മളെ ഡയറ്റ് വ്ളോഗിലോട്ട് പോവാം. അപ്പോൾ ഇനി എൻ്റെ വർക്കൗട്ടിൻ്റെ സമയമാണ്. എനിക്ക് വർക്കൗട്ടിൻ്റെ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പോലെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കാണിക്കണമല്ലോ, നിങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് അറിയണമല്ലോ. അപ്പം ഇത് പ്രീ വർക്കൗട്ട് മീലാട്ടോ. അതായത് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ആപ്പിളാണ്, 2 സ്ലൈസ് ആപ്പിളാട്ടോ. പിന്നെ വെള്ളവും അത് കുടിച്ച ശേഷമാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. വർക്കൗട്ട് മസ്റ്റാട്ടോ. നമ്മൾ ഇങ്ങനത്തെ ഡയറ്റ് പ്ലാൻസൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ വർക്കൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ പെട്ടെന്ന്. അപ്പോൾ എനിക്ക് എൻ്റെ ഹൈറ്റ്, വെയിറ്റ് അതിനൊക്കെ അനുസരിച്ചുള്ള ഡയറ്റ് പ്ലാനും വർക്കൗട്ടും തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഹോം വർക്കൗട്ട് ഫേസ് 2 ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ട്സ് ആണ് കേട്ടോ എല്ലാതും. അതുപോലെ ഞാൻ ഈ ഒരു ഡ്രസ്സിലല്ല ഞാൻ വർക്കൗട്ട് ചെയ്യാറ്, പക്ഷെ നമ്മളിപ്പം കുറേ ആൾക്കാർ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുള്ളത്, സോക്സ് ഇട്ടുള്ളത്. നമുക്ക് അതിനനുസരിച്ചുള്ള ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ, എന്നാലും നമുക്കൊക്കെ ചെയ്യാൻ പറ്റും. ഇവരാണ് നമ്മൾ പരിചയപ്പെടേണ്ടത്. ഇവരാണ് ഫാഫിറ്റിൻ്റെ CEO. ഇവരുടെ അണ്ടറിലാണ് ഫാഫിറ്റ് റൺ ചെയ്യുന്നത്. ഇനി ഇവരാരാന്ന് പറയുകയാണെങ്കിൽ 2022 മിസ്റ്റർ കേരള കൂടിയാണ് ആൾ കേട്ടോ. അതുപോലെ 20 വർഷത്തിന് മുകളിലായി ഫിറ്റ്നസ്സിൻ്റെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ട്രെയിനറും കോച്ചും കൂടിയാണ് ആൾ. 1000-ന് മേലെ ആളുകൾക്ക് ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ പേജൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് വിശദമായിട്ട് കാര്യങ്ങളൊക്കെ അറിയും. നമുക്കിപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, ലേഡീസിന് മാത്രമായിട്ടുള്ള ട്രെയിനേഴ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അതെങ്ങനെയാണ്. അപ്പോൾ ലേഡീസിന് മാത്രമായിട്ടുള്ള ട്രെയിനേഴ്സൊക്കെ ഉണ്ട്, പക്ഷേ വർക്കൗട്ട്സ് ഒക്കെ പ്ലാൻ ചെയ്ത് കൊടുക്കുന്നത് ഇവരാണ്. അപ്പം ഇവരുടെ മേൽനോട്ടത്തിലാണ് ഇത് മൊത്തത്തിൽ നടക്കുന്നത്. അതാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈവ് വർക്കൗട്ട്സ് ഉണ്ട്, റെക്കോർഡഡ് വർക്കൗട്ട്സ് ഉണ്ട്, ലേഡീസ് ഓൺലി ക്ലാസ്സും ഉണ്ട്, ഓൺലൈനായിട്ടും ചെയ്യാം. ഇനിയിപ്പം നിങ്ങൾക്ക് കോഴിക്കോട് ഭാഗത്തുള്ളവരാണെങ്കിൽ ഇവരുടെ ജിമ്മിൽ പോയിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുക്കാം. അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ഞാൻ വെറുതെ ഇങ്ങനെ വീഡിയോയിലൊന്നും ഞാൻ ഷെയർ ചെയ്യില്ലല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ആവശ്യമുള്ളവരാണെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ നമ്പറിൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിന്നർ എന്താണെന്ന് കണ്ടുനോക്കാം. ശരിക്കും നമ്മൾ സ്വയം എന്താ പറയുക വിചാരിച്ചിട്ട് ഇതൊന്നും ചെയ്യൂല. നമ്മൾക്ക് ആരെങ്കിലും ബാക്കിൽ നിന്നൊന്ന് പുഷ് ചെയ്യാനുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യുള്ളൂ. അതിനാണ് നമ്മൾ ഇതുപോലത്തെ ഓൺലൈൻ ഫിറ്റ്നസ് ഇതുപോലെ ട്രെയിനിങ്ങിനൊക്കെ പോകുന്നത്. എന്നാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ ഞാനിന്നിപ്പം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്, എനിക്കും ഇക്കാക്കും കൂടിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പം ചിക്കൻ ബ്രസ്റ്റ് 2 എടുത്തിട്ടുണ്ട്. അതിൽ കുരുമുളക് പൊടി, ഉപ്പ്, സോയ സോസ്, ഇത് 3 കൂടി സ്പ്രെഡ് ചെയ്തിട്ട് കുറഞ്ഞ എണ്ണയിൽ ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. 2 വശം ഒന്ന് കുക്കായി കഴിഞ്ഞാൽ, ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞൊരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞാൽ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കണം. കാരണം ചിക്കൻ ബ്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ അകത്ത് നന്നായിട്ട് കുക്കായി കിട്ടണം. പിന്നെ ഇത് മക്കൾക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റില്ല. മക്കൾക്കും ഈ സാധനങ്ങളൊക്കെ ഇഷ്ടമാണ്, അതായത് ചിക്കൻ ബ്രസ്റ്റും വെജിറ്റബിൾസ് സോട്ട് ചെയ്തതൊക്കെ ഇഷ്ടമാണ്. അപ്പം അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും കാര്യമായിട്ട് ഉണ്ടാക്കി കൊടുത്താലേ എന്തെങ്കിലും എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ പറയുക പട്ടിണിയാവും. അപ്പം പിന്നെ ഇതുപോലത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറേ വെജിറ്റബിൾസ് നല്ല ടേസ്റ്റാണ്. സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഡിന്നർ ഉണ്ടല്ലോ, അത് നമ്മൾ വേറെ ചപ്പാത്തി കറിയൊക്കെ കഴിക്കുന്നതിനേക്കാളും എത്രയോ ടേസ്റ്റാണ്. പക്ഷെ നമ്മളാരും ട്രൈ ചെയ്യില്ല. നല്ല എളുപ്പമാണ്. ഇപ്പോൾ ഇതിൽ മാരിനേഷൻ നമ്മൾ ഒരുപാട് സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ലല്ലോ. പിന്നെ കുക്ക് ചെയ്യാൻ എളുപ്പമാണ്. വീഡിയോ എടുത്ത് പറയുമ്പം കുറച്ച് എന്താ പറയുക ലെങ്തി ആയിട്ട് തോന്നുമെങ്കിലും കുക്ക് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഞാൻ കോളിഫ്ലവർ, ബീൻസ്, തക്കാളി ഒക്കെ ചെറിയ കഷ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ ക്യാപ്സിക്കം, ക്യാരറ്റ് ഉണ്ട്. അതൊക്കെ നമുക്ക് ആദ്യം വേവുള്ള ഐറ്റംസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ്, കുരുമുളക് മാത്രം ഒന്നുകൂടെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് വെജിറ്റബിൾസിൽ. അപ്പം ചിക്കനും വെജിറ്റബിൾസും ഒരുമിച്ച് വേവുന്നതുകൊണ്ട് തന്നെ ചിക്കൻ്റെ ആ ഒരു ഫ്ലേവർ വെജിറ്റബിൾസിലോട്ട് വന്നോളും. നല്ല ടേസ്റ്റാണ് ഇതിൽ കോളിഫ്ലവർ കഴിക്കാൻ കേട്ടോ, ബീൻസും. അപ്പോൾ എനിക്ക് വെക്കാക്കുള്ള വെജിറ്റബിൾസാണ് ഞാനിപ്പോൾ അവിടെ സോട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുകൂടാണ്ട് ക്യൂക്കുംബറും സ്വീറ്റ് കോണും വേറെ വെച്ചിട്ടുണ്ട്. കുറേ വെജിറ്റബിൾസ് കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ വൈറ്റ് സോസ് പാസ്തയിലോട്ട് ഒഴിക്കാൻ വേണ്ടിയുള്ള വൈറ്റ് സോസ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിൽ ചേർക്കണം എന്നില്ല, പക്ഷെ നമുക്കൊരു ഫ്ലേവറിനായിട്ട് ജസ്റ്റ് ചേർക്കുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റും വെജിറ്റബിൾസും
അതുപോലെ സ്വീറ്റ് കോണും ക്യൂക്കുംബർ, പിന്നെ ഇതുണ്ട് കേട്ടോ, എന്താ പറയുക, അവക്കാഡോ നല്ലതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സസ് ഫാറ്റൊക്കെ ഉണ്ടല്ലോ, അത് ബേൺ ചെയ്യാൻ നല്ലതാണ് അവക്കാഡോ. അപ്പോൾ അത് കഴിക്കാൻ കുറച്ച് പാടാണ്, പക്ഷേ ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ കഴിക്കുമ്പോൾ അത് ആണ്ട് കഴിച്ചു പോകും. ഒരു ചവർപ്പ് വരും, എന്നാലും വെജിറ്റബിൾസിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ആണ്ട് കഴിച്ചു പോകും. അപ്പോൾ ഡെയിലി അവക്കാഡോ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഡിന്നറ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം വെയ്റ്റ് ലോസ് ജേർണിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഫാബ്ഫിറ്റിൻ്റെ ലൈവ് സെഷൻസും അതുപോലെ വർക്കൗട്ട്സൊക്കെ നല്ല അടിപൊളിയാണ്. ഒന്നും പറയാനില്ല, ഞാനിങ്ങനെ കൂടുതൽ പറയുന്നില്ല, നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോയിലെ റെസിപ്പീസും വീഡിയോയിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നതിലേക്കും ബൈ, താങ്ക് യു.